അരുൺ അനഘ. ഹായ് ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ്. എന്ത് ചലഞ്ച് വീഡിയോ ആണ്? അതെ, പേര്, അതുപോലെ തന്നെ സ്ഥലം, അതുപോലെ തന്നെ സാധനം. ഇതാണ് നമ്മൾ ഇന്ന് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ചലഞ്ച് വളരെ കുറച്ച് സമയങ്ങളെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതായത് നമ്മളിപ്പം ഒരു അക്ഷരം പറയുകയാണെങ്കിൽ ആ ഒരു അക്ഷരത്തിന്റെ ഈ ഒരു പേര്, സ്ഥലം, സാധനം പറയാൻ വെറും 10 സെക്കൻഡ് മാത്രമേ കൊടുക്കുള്ളൂ. ഈ 10 സെക്കൻഡിനുള്ളിൽ ആലോചിച്ചിട്ട് ഈ ഒരു സംഭവം പറയണം. അതാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ചലഞ്ചിന് റെഡിയാണോ? എന്റെ പൊന്നെ, ഇത്രത്തോളം സന്തോഷം പോരാ ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തരുന്ന ഓരോ പ്രോത്സാഹനങ്ങളും ഈ ലൈക്കിലൂടെ ആണെങ്കിലും കമന്റിലൂടെ ആണെങ്കിലും ഇതെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പം കമന്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പങ്ക്തിയിലേക്ക് പോവാം. അപ്പം ആദ്യം ആരാണ് അക്ഷരം പറയാൻ പോകുന്നത്? ഇല്ല, ഞാൻ പറയാം. എന്നാ നമുക്ക് ടോസ് ഇട്ട് എടുക്കാം. ഓക്കെ, സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാം. ഓക്കെ, സ്റ്റോൺ പേപ്പർ സിസർ. ഓക്കെ, സ്വാഭാവികമായിട്ടും അത് ജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആരാണ്? അതെ, മോള് ജയിച്ചിരിക്കുകയാണ് ഗൈസ്. എന്തായാലും മോക്ക് ഫസ്റ്റ് അക്ഷരം പറയാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. ഏതാണ് ഫസ്റ്റ് പറയുന്ന ആ ഒരു അക്ഷരം? ക വെച്ച് ഞാൻ പേര്, സ്ഥലം അത് പറയണം അല്ലെ? അപ്പം ക വെച്ചിട്ട് കൽപ്പറ്റ സ്ഥലപ്പേര്, കൺമണി, സാധനം കൺമശി. എന്റെ മോനെ, ഞാൻ സീൻ ഗൈസ്. ഇതിൽ നമ്മളെ തോപ്പിച്ചിരിക്കും. ഞാൻ ജയിക്കുന്നുള്ളവര് ഇപ്പം ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ജയിക്കുന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അല്ലെങ്കിൽ ഇവള് മങ്കിയാവെങ്കിൽ ഇവള് മങ്കിയാവെന്ന് പറയാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി എന്റെ ടേൺ ആണ്. ഞാൻ പറയുന്ന അക്ഷരം അല്ലെ, ഞാനല്ലേ പറയണ്ടേ? ല. ഇല്ല, ലാ വെച്ച് പറയാ. ഉണ്ടാക്കി പറയുന്നത് പറ്റില്ല ഗൈസ്. നിന്റെ കുട്ടിക്ക് ലിബു എന്ന് പേരിടുന്നു, അത് നിന്റെ ഇഷ്ടം. പക്ഷെ അത് ഇവിടെ ഇറക്കാൻ നിൽക്കണ്ട. ലാ എമ്മാവൻ തയ്യാറായിക്കോ മോളെ. 10 സെക്കൻഡേ ഉള്ളൂ. 1 2 3 4 5 6 7 ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ ലാ വെച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് കുട്ടി എം ആയിരിക്കുകയാണ്. അപ്പം എം ഫോർ. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഇനി അടുത്തത് നമ്മുടെ തോറ്റ ചേച്ചിക്ക് പറയാനുള്ള അവസരമാണ്. ചേച്ചി പറയാം. ഏത് അക്ഷരം തന്നാലും. പുഷ്പം. വഴി എന്നൊക്കെ വഴി എന്നൊക്കെ എഴുതുന്നേ. ഇഴവഞ്ഞിപ്പുഴ. നിക്ക് ഒന്ന് ആലോചിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അക്ഷരത്തിൽ പെടുന്നില്ലല്ലോ. നമുക്കിപ്പോ ഞാനും ഇവളും ആദ്യമായതാര ഇവൾ. അപ്പൊ നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോവാം. അപ്പൊ ഞാൻ അടുത്ത അക്ഷരം പറയണ്ടേ? ഓക്കെ, മലയാളം അക്ഷരത്തിലെ അടുത്തോ വെച്ചേണ്ടി ഉണക്കൊരു ആപ്പ് പറ. ഓക്കെ, ഋഷി. നമ്മുടെ ബിഗ് ബോസിലെ ഋഷിന്റെ പേര്. ഓക്കെ, ഋഷികേഷ്. ഓക്കെ, സാധനത്തിന്റെ പേര് ടിക് ടിക് 1 ടിക് ടിക് 2. ഋണം എന്നൊന്നും സാധനമല്ല, വൃണം എന്നാ പറയാ. ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5
ടിക് ടിക് 6 ഓ ആവാൻ തയ്യാറായിക്കോ? ടിക് ടിക് 7 റീഡിംഗ് ബുക്ക്. ടിക് ടിക് 8 ഞാൻ ഒരു നിമിഷം ഇതായി പോയി. ടിക് ടിക് 9 ടിക് ടിക് 10 യെസ് ഗൈസ് ഷീസ് MO. പറയൂ അടുത്ത അക്ഷരം. ഏതക്ഷരം പറഞ്ഞാലും പുഷ്പം പോലെ പറയുന്ന ആരാണ്? യാ 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 യയാതി. യയാതി. ആ യയാതി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. യയാതി എന്ന് പറയുന്ന ഒരു നദിയുടെ ഒരു സ്ഥലമുണ്ട്. യയാതി ഉണ്ട്. ഫോൺ എടുത്തോ നോക്ക്. ടിക് 5 ടിക് ടിക് 6 ടിക് ടിക് 7. ഇതെന്താ എനിക്ക് പറയാതെ കൂടി സമയം തരുന്നില്ലേ? 10 സെക്കൻഡിൽ എല്ലാം കൂടെ പറയാം. എടി ആ മറ്റേ ഇതിനെ പോലെ താമരനെ പോലെയുള്ള യമനയോ എന്താ യമുന. യമുന പേര്, യയാതി സ്ഥലപ്പേര്. പിന്നെ ടിക് ടിക് 10 സമയം കഴിഞ്ഞു. 10 സെക്കൻഡിൽ മൂന്നും പറയുന്നതാണ് ഏറ്റവും കണ്ടീഷൻ വെച്ചത്. 10 സെക്കൻഡ് കഴിഞ്ഞ് ഇരുന്ന് ആലോചിക്കുക. ഓക്കെ ഗൈസ് ഞാനും ഓയായിരിക്കുന്നു. വീണ്ടും ഞാൻ ഓയാണല്ലോ. ഇനി എന്റെ അക്ഷരല്ലേ പറയണ്ടേ? ല. ല. പേര് 11. 11 11 കുശൻ. ഓക്കെ. സ്ഥലം ലഡു. സ്ഥലം ലഡുവോ? സ്ഥലം ലഡു തന്നെ. സ്ഥലം ലഡു തന്നെ. സ്ഥലം ലഡു. സാധനം ലഡു. ഓ ഓക്കെ. ലക്ഷദ്വീപ് സ്ഥലം. സിമ്പിൾ ആയി പോയി. ഓക്കെ ഞാൻ ഏട്ടൻ വേണം. ഓക്കെ. ഏട്ടനിപ്പം ഏട്ടനിപ്പോ ബ. ബാ. ഏത് ബാ? മറ്റേ ബ. ഏത് ബാ? ഭരണിയുടെ ബാ, ബലൂണിന്റെ ബാ, ആ ഭരണിയുടെ ബാ. ഭരണി. ടിക് ടിക്. ഭാരതം. ടിക് ടിക്. ഭാരത സ്ഥല. ആ ഭരതൻ. എല്ലാരും ഹാപ്പി ആയിട്ട് സന്തോഷായിട്ടിരിക്കുക കേട്ടോ. ഇതേപോലെ ഒന്നും ഇരിക്കില്ല കേട്ടോ. ആ നീ ഞാനല്ലേ പറയണ്ടേ? യാ ര ല വ ഷ സ ഹ ഹ ഹ ഹ ഹ. പേര് ആ പേര് ഹരി. സ്ഥലം സ്ഥലം സാധനം. ഇത് കൂടി ജയിച്ചാൽ ഞാൻ ജയിക്കും കേട്ടോ. ആ സാധനം. എടി പേരൊക്കെ വലിയ കൊടുമുടിന്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ. ടിക് ടിക് 1. ആ ഓക്കെ. ടിക് ടിക് 2. സാധനം ഉണ്ടോ? ടിക് ടിക് 3. അമ്പലം. ബാത്റൂം ഒക്കെ കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ പേരൊക്കെ ഉണ്ട്. ടിക് ടിക് 4. ഹിറ്റ്. ബാത്റൂം ഇവളുടെ വീട്ടില് ബാത്റൂം എഴുതുന്ന ഹിറ്റ് കൊണ്ടാന്ന് തോന്നുന്നു. ഇതിന് ഞാൻ ക്ലൂ കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. ഇതിന് ഞാൻ ക്ലൂ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഓ ആയിട്ട് ഇവളെ കൂട്ടണം. ഹാർപിക്. ഓക്കെ. സോ ഗൈസ് എനിക്ക് ഇനി ക്ലൂ തരുന്നൊക്കെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഞാൻ ഓ എൻ ആയി കഴിഞ്ഞാൽ ഞാൻ ഈ ഇതിന്ന് തോക്കൂട്ടോ. പറഞ്ഞോളൂ. ഷാ. ഷാ. ഷാജി. ഷാജി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഉണ്ട്. നീ തന്നെ ഉണ്ട്. ആ പിന്നെ സാധനം എനിക്കും അറിയാം. ഷൺമുഖം. പേരാ. എനിക്കറിയാം. സ്ഥലപ്പേരോ? എന്താ? ഞാൻ ക്ലൂ കൊടുത്തു. എനിക്ക് ക്ലൂ ഒന്നും തരുന്നില്ല. എന്ത്? ഷട്ടിയോ? അതങ്ങനെയല്ല ഗൈസ്. ഓക്കെ മറ്റേ 18+. ഓക്കെ അല്ല. ആ ഓക്കെ. ഇനി ഞാൻ എന്താ പറയണ്ടേ? സ്ഥലപ്പേരില്ലേ? എനിക്ക് സ്ഥലപ്പേര് കിട്ടിയില്ല. ഷാ വെച്ച് എനിക്ക് സ്ഥലപ്പേര് കിട്ടിയില്ല. പറ. ഓക്കെ നിങ്ങൾക്ക് ഷാ വെച്ചിട്ട് സ്ഥലപ്പേര് അറിയെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും എന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ഈ ടാസ്കിൽ ആസ് ഓൾവേസ് ഞാൻ തോറ്റിരിക്കുകയാണ്. ഓക്കെ. ദ വിന്നർ ഈസ്. അധികം അർമ്മതിക്കണ്ട. നാളത്തെ ചലഞ്ചിൽ ഞാൻ ഇവിടെ തീർത്തിരിക്കും ഗൈസ്. എന്താ? ഓക്കെ ഗൈസ് എനിക്കും അതേ പറയാനുള്ളൂ. എല്ലാരും ഹാപ്പി ആയിട്ട് എന്നെ തോപ്പിച്ച് ഇവിടെ അടുത്ത ടാസ്കിൽ തോക്കണമെന്ന് പ്രാർത്ഥിച്ചോണ്ട് ഓക്കെ
ഗൈസ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ബൈ 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 ബൈ.